നമുക്കിന്നൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനൊരു വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ വാട്ടർ കളർ പേപ്പർ തന്നെയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വാട്ടർ കളർ പേപ്പർ ഇല്ലാന്ന് വിചാരിച്ച് വിഷമിക്കണ്ട, നമുക്ക് വേറെ വഴിയുണ്ട്. A4 യൂസ് ചെയ്യണ്ട, അതിന് പകരം ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചൊരു കട്ടിയുള്ള പേപ്പേഴ്സോ അല്ലെങ്കിൽ ഡ്രോയിങ് ബുക്കിലെ പേപ്പറില്ലേ അതായാലും മതി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ പെയിൻറ്റ് ചെയ്യണത് ഫ്ലവേഴ്സ് തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. എപ്പോഴും എൻ്റെ വീഡിയോസിലുള്ള പോലെ തന്നെ ഫ്ലവേഴ്സ് തന്നെയാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരും വിഷമിക്കേണ്ട, നിങ്ങളെക്കൊണ്ടും പറ്റും. നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങളെക്കൊണ്ടും പറ്റും. അപ്പോൾ നിങ്ങൾ പിൻട്രസ്റ്റ് എടുക്കുക, കുറച്ച് സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക, ട്രേസ് ചെയ്തിട്ട് വരയ്ക്കുക. ഇനി മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, തന്നെ വരയ്ക്കാൻ പറ്റുമെന്നുള്ളത് ട്രൈ ചെയ്യുക. ഒട്ടും പറ്റണില്ലെങ്കിൽ മാത്രം ട്രേസ് ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ. ഇനി ഞാൻ കുറച്ച് പേൾ മെറ്റാലിക് കളർ എടുത്തിട്ട് ആ സീഡിൻ്റെ ഭാഗത്തൊന്ന് കുറച്ച് ഡോട്ടിട്ട് കൊടുക്കുവാണ്. പേൾ മെറ്റാലിക് കളർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിനകത്ത് കാണണ്ടോന്ന് അറിയില്ല, കുറച്ച് തിളക്കമുള്ളൊരു കളറാണ്, അപ്പോൾ ഒരു ഷൈനിങ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ എടുത്ത സെയിം പേപ്പറിൻ്റെ സൈസിൽ തന്നെ ഒരു പേപ്പറോട്ട് എടുക്കുക, എന്നിട്ട് ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ചുറ്റും. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ പെൻ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നാണെങ്കിൽ ബ്ലേഡ് യൂസ് ചെയ്യാം. പക്ഷേ ബ്ലേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കൈമുറിയാണ്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാരൻസിനെ കൊണ്ട് വേണം ചെയ്യിക്കാൻ. എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ മീതേക്ക് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്തതിൻ്റെ മീതേക്കൊന്ന് ഒരു ഫ്രെയിം പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു കോട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെന്നാണെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി കൊടുത്താലും മതി, എന്തെങ്കിലും ചെറിയ വേർഡിങ്സ് എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് ഒരു മാഗ്നറ്റും കൂടി ഞാൻ ബാക്ക് സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പം നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മെറ്റാലിക് പെയിൻറ്റും കൂടി ചുറ്റും ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.